താങ്കൾ ക്ഷമിക്കണം, ചർച്ചയിൽ ഏറ്റവും ആദ്യം എത്തിയതും താങ്കളാണ്. ബാക്കി രണ്ട് പ്രതിനിധികൾ, CPM പ്രതിനിധിയും BJP പ്രതിനിധിയും വൈകിയതുകൊണ്ടാണ് നമ്മുടെ ചർച്ച തന്നെ വൈകിപ്പോയത്. ശ്രീ ജോർജ് പൊടിപ്പാറ, സഭയുടെ രണ്ട് തരം പ്രതികരണങ്ങൾ വരുന്നല്ലോ ഇപ്പോൾ. ഞങ്ങൾ വൈകിയല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത്. നിങ്ങളുടെ ആളുകൾ എത്താൻ വൈകിയോണ്ടാണ്. ചർച്ച സജീഷ് വൈകി സജീഷിനെ വിളിച്ചപ്പോൾ കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. അല്ല, വിളിച്ചപ്പോൾ കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. സജീഷിനെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ശരി, ഞാൻ അന്വേഷിക്കാം. എന്റെ ചർച്ച വൈകി എന്നൊരു യാഥാർത്ഥ്യമുണ്ട് സജീഷ്. ശരി, ഉള്ള സമയം ഇനി കളയണ്ട. ശ്രീ ജോർജ് പൊടിപ്പാറയിലേക്ക് അതിനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയല്ല. അല്ലല്ല, എന്റെ ചർച്ച 8:15 തുടങ്ങാൻ എപ്പോഴും ഞങ്ങളെ കുറ്റപ്പെടുത്തരുത്. അങ്ങനെ പറയല്ലേ സജീഷ്, എന്റെ ചർച്ച വൈകിയല്ലോ, സത്യമാണല്ലോ. നിങ്ങൾ ചോദിച്ചാൽ മതി. വിളിച്ചപ്പോ ഫോൺ എടുത്തില്ല. അങ്ങനെ എന്തിനും ഞങ്ങളെ കുറ്റപ്പെടുത്തല്ലേ സ്മൃതി? അങ്ങനെയല്ലേ എനിക്ക് കിട്ടിയ വിവരം അതാണ്, ഞാൻ അന്വേഷിക്കാം. എനിക്ക് കിട്ടിയ വിവരം അതാണ്, ഞാൻ അന്വേഷിക്കാം, സത്യാവസ്ഥ അന്വേഷിക്കാം. ശരി, ഞാൻ ഒന്ന് പോട്ടെ ജോർജ് പൊടിപ്പാറയിലേക്ക്. ഏതൊരു അവസരം കിട്ടിയാലും ഞങ്ങളെ കുറ്റപ്പെടുത്തരുത്. ഞങ്ങളെ കുറ്റപ്പെടുത്തുക ശരിയല്ല. ശ്രീ ജോർജ് പൊടിപ്പാറ, സഭയുടെ രണ്ട് തരം പ്രതികരണങ്ങൾ വരുന്നല്ലോ ഇപ്പോൾ. ഡൽഹിയിൽ അവിടെ ചേർത്ത് പിടിക്കുന്നു, ഇവിടെ ആക്രമണം നടത്തുന്നു എന്നുള്ള പ്രതികരണം വന്ന ശേഷം വന്ന പ്രതികരണം അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്നാണ് പറയുന്നത്. ശ്രീ ജോർജ് പൊടിപ്പാറ കേൾക്കാമല്ലോ? സഭ പൊതുവിലെടുത്തിരിക്കുന്ന സമീപനം, പ്രധാനമന്ത്രി ആ ചടങ്ങിലേക്ക് വന്നത് ഒരു വലിയ അംഗീകാരമായിട്ടാണ് അതിനെ കാണുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നടന്നിരിക്കുന്ന അക്രമ സംഭവങ്ങൾ അത് ഒറ്റപ്പെട്ടതാണ് എന്നും പറയുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ സഭ ഒന്നാകെ അതിനെ കാണുന്നത്? വിശ്വാസികൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ നേരത്തെ അൽമായ മുന്നേറ്റത്തിന് പ്രതിനിധി ബിജു തോമസ് പറഞ്ഞത് വിശ്വാസികൾക്ക് അതല്ല നിലപാടെന്നുള്ളതാണ്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ശ്രുതി, സ്വാഭാവികമായിട്ടും ഈ രണ്ട് തരത്തിലുള്ള അഭിപ്രായം വരുന്നതിനെ നമുക്ക് എന്താ പറയാ, കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ തള്ളിക്കളയാനോ പറ്റില്ല. രണ്ട് രീതിയിൽ തന്നെയാണ് ഇത് വരിക. കാരണം ഇതൊരൊറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ താല്പര്യപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്, മറിച്ച് ഇത് വരാനിരിക്കുന്ന വലിയ ദുരന്തത്തിന്റെ സൂചനകളാണ് എന്ന് കരുതാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ കരുതുന്നവരും ധാരാളമുണ്ട്. ശ്രുതി ഇതിന്റെ തുടക്കത്തിൽ ആമുഖമായിട്ട് അല്ലെങ്കിൽ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ മുമ്പൊക്കെ ഒറീസയില് സ്റ്റെയിൻസ് കുടുംബം കൊല്ലപ്പെട്ടത്, അവരെ ചുട്ടരിച്ചത്, അതുപോലെ തന്നെ സ്റ്റാൻ സ്വാമി വിഷയം, അങ്ങനെ നൂറുകണക്കിന് സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അത് ഒറീസയിലാണ്, മധ്യപ്രദേശിലാണ്, അതല്ലെന്നുണ്ടെങ്കിൽ ഛത്തീസ്ഗഡിലാണ്, ഇങ്ങനെയൊക്കെ കരുതി നമ്മൾ ആശ്വസിച്ചിരുന്നു. പക്ഷേ കേരളം എന്ന് പറയുന്ന കുറെ കൂടി പ്രബുദ്ധമായ മതനിരപേക്ഷതയെ നെഞ്ചേറ്റുന്ന ഒരു സംസ്ഥാനമാണ്. ഇവിടെ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. കേൾക്കാമല്ലോ അല്ലെ? കേൾക്കാം. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ ആശ്വസിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ ഇതാ നമ്മുടെ മുറ്റത്ത് നിന്ന് ഇത് നമ്മുടെ വരാന്തയിലേക്കും വീടിനകത്തേക്കും കയറുന്നതാണ് ഇപ്പൊ നല്ലേപ്പള്ളിയിലും അതുപോലെ തത്തമംഗലത്തും ഉണ്ടായ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. എത്രയോ കാലമായിട്ട് നമ്മുടെ വിദ്യാലയങ്ങളിൽ, നമ്മുടെ പൊതുസ്ഥലങ്ങളിൽ നമ്മൾ ഈ ക്രിസ്മസ് മാത്രമല്ലല്ലോ ആഘോഷിക്കുന്നത്. ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ സ്കൂളുകളിൽ നടക്കാറുണ്ട്. അതിനേക്കാൾ എത്രയോ കൂടുതൽ ആഘോഷം ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ ദേശീയോത്സവമായ ഓണാഘോഷങ്ങൾ നടക്കുന്നു. അപ്പോഴൊന്നും ആരും ഈ ആരോപണങ്ങളുമായിട്ട് ഓണാഘോഷം നടക്കുമ്പോൾ അത് മതപരമായ ഒരു ആചാരമാണ് അല്ലെങ്കിൽ മതാഘോഷമാണ്, അത് പാടില്ല, അങ്ങനെ ഒരു ആരോപണമൊന്നും ആരും ഉയർത്താറില്ല. അങ്ങനെ കാണേണ്ട ഒരു സംഗതി തന്നെയാണ് ക്രിസ്മസ് ആഘോഷവും. കരോളും അതുപോലെ തന്നെ പുൽക്കൂടും മനോഹരമായ ഒരു ഉത്സവമാണ്. പ്രത്യേകിച്ച് ഒരുപക്ഷെ ഏറ്റവും നല്ല കാലാവസ്ഥയിൽ നല്ല മഞ്ഞും തണുപ്പും ഒക്കെ കുളിരും ഒക്കെ ഉള്ള ഒരു സമയത്ത് നടക്കുന്ന ഒരു ആഘോഷം, ഒരു ഉത്സവം. സ്വാഭാവികമായിട്ടും ഈ ഉത്സവങ്ങളെയൊക്കെ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ആ നന്മകളെ, അത് ഉയർത്തുന്ന സന്ദേശങ്ങളെ, അതിന്റെ സൗന്ദര്യത്തെയൊക്കെ നെഞ്ചേറ്റുകയാണ്. അതിനകത്ത് ഈ മതം വല്ലാതെ അങ്ങോട്ട് കടത്തി വിടുമ്പോഴാണ് ഈ പ്രശ്നവും അസഹിഷ്ണുതയൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഇതിനെയൊക്കെ ഇപ്പോ നമ്മൾ അമ്പരക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഈ തത്തമംഗലത്തെ സ്കൂളിലേക്ക് അല്ലെങ്കിൽ നല്ലേപ്പള്ളിയിലെ സ്കൂളിലേക്ക് അത് ആരും ആവട്ടെ, വിശുദ്ധ പരിഷത്താണോ, അവരുടെ പേരിലാണ് ആരോപണം ഉയരുന്നെങ്കിലും അവർ തന്നെയാണോ, ഇനി മറ്റാരെങ്കിലും ആണോ, അവർ അറസ്റ്റിലാവുന്നത് വരെ, അവർ പിടിയിലാവുന്നവരെ നമുക്ക് 100% പറയാൻ പറ്റില്ല. ഇതിലിപ്പോ സൂചനകൾ അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇതിപ്പോ ഇന്ന് തത്തമംഗലത്തും നല്ലേപ്പള്ളിയിലുമാണ്, നാളെ കേരളത്തിൽ എവിടേക്കും അത് പടരാം. അങ്ങനെ വന്നാൽ അത് സൃഷ്ടിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ നമ്മുടെ ഈ എന്താ പറയാ മതേതര മതനിരപേക്ഷ സമൂഹ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കുന്ന ആ ഒരു ആഘാതം,
അതിന്റെ ഒരു മുറിവ് അത് എത്ര വലുതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഈ ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ പ്രബുദ്ധ കേരളം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നൊക്കെ ആഘോഷിക്കുന്ന, അങ്ങനെ നെഞ്ചേറ്റുന്ന ഈ സംസ്ഥാനത്ത് ഇത്രത്തോളം അസഹിഷ്ണുതയും അതുപോലെ തന്നെ എന്താ പറയാ മതവിരുദ്ധത, മതവിദ്വേഷവും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് വെച്ച് പൊറിപ്പിക്കാൻ പറ്റുമോ? ഇത് നുള്ളിക്കളയേണ്ട, വെറുതെ നുള്ളിക്കളയല്ല, ഇത് ഈ എന്താ പറയാ കരിച്ചു കളയേണ്ട ഒരു വികാരമാണ്. പ്രകാശ് ബാബു എന്റെ വികാരത്തെ ഞാൻ ഉൾക്കൊള്ളുന്നു. അത് ഒറ്റപ്പെട്ട സംഭവമാണ്, ഞങ്ങൾ അതിനെ അംഗീകരിക്കില്ല. അത് ഒരു പരിധി വരെ നമുക്കത് മുഖവിലേക്ക് എടുക്കേണ്ടി വരും. കാരണം സമീപകാലത്തൊക്കെ BJPയും അതുപോലെ തന്നെ ഈ പറഞ്ഞ RSS അടക്കമുള്ളവരെല്ലാം ക്രിസ്തീയ സഭകളുമായിട്ട് കൂടുതൽ അടുപ്പത്തിന് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ അടുപ്പത്തിന് ശ്രമിക്കുകയും ഒരളവിലെങ്കിലും അതിലൊക്കെ വിജയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ ക്രിസ്മസ് ആഘോഷത്തിന്റെ പേരിൽ എവിടെയെങ്കിലും സ്കൂളുകളിലോ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിലോ കരോളും അതുപോലെയുള്ള പുൽക്കൂടും ഒക്കെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ആ രീതിയിൽ ആക്രമണം നടത്തുന്നു എന്ന് പറയുന്നത് ഏതായാലും ഇവിടുത്തെ BJP നേതൃത്വമോ അല്ലെങ്കിൽ സംഘപരിവാർ നേതൃത്വമോ RSS നേതൃത്വമോ അറിഞ്ഞുകൊണ്ട് ബോധപൂർവ്വം ഒരു ഗൂഢാലോചന നടത്തി സംഭവിച്ചതാകാൻ സാധ്യതയില്ല. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇവിടെ ഇപ്പോൾ സഭയുടെ പ്രതികരണമായി വരുമ്പോൾ സഭ പറയുന്നത് സഭയ്ക്ക് രാഷ്ട്രീയമില്ല, പ്രധാനമന്ത്രിയാണ് വന്നത്, അല്ലാതെ മോദി എന്ന രാഷ്ട്രീയ നേതാവല്ല വന്നത് എന്നൊരു പ്രതികരണം നടത്തുന്നു. പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു എന്ന രൂപത്തിൽ വേണമെങ്കിൽ അതിനെ മനസ്സിലാക്കാം. പക്ഷേ സഭയ്ക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നത് എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ്? സഭ എല്ലാ കാലത്തും രാഷ്ട്രീയ നിലപാടെടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാടെടുത്തിട്ടുള്ളതാണ്. അതെല്ലാ കാലത്തും ഈ പറഞ്ഞ എല്ലാ ക്രൈസ്തവ സഭകൾ എപ്പോഴും പറയും ഞങ്ങൾക്ക് അങ്ങനെ പ്രകടമായ രാഷ്ട്രീയമില്ല. ഇതിപ്പോ NSS പോലും പറയുന്നത് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങൾ സമദൂരാണ്. ഇതെല്ലാ കാലത്തും സഭാ നേതൃത്വം പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവർക്ക് പച്ചയായ രാഷ്ട്രീയം രാഷ്ട്രീയ പാർട്ടിയല്ല, രാഷ്ട്രീയ എന്താ പറയുക പള്ളികളിൽ ഇന്ന ആർക്ക് വോട്ട് ചെയ്യണമെന്നൊന്നും പറയില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ അവരുടേതായ ഒരു രാഷ്ട്രീയമുണ്ട്, അവർക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്, രാഷ്ട്രീയ എന്താ പറയാ കാഴ്ചപ്പാടുണ്ട്, അതനുസരിച്ച് നിലപാടുകളുണ്ട്. അതനുസരിച്ച് ആര് വരണം എന്നൊക്കെ ആഗ്രഹിക്കാറുണ്ട്. അതിനെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന നിലപാടുകൾ പലപ്പോഴും സ്വീകരിച്ചിട്ടുമുണ്ട്. ഒട്ടും രാഷ്ട്രീയമില്ല, രാഷ്ട്രീയത്തിന് അതീതമാണ്, ഞങ്ങളിലില്ല രാഷ്ട്രീയം എന്നൊക്കെ വിളിച്ചു പറഞ്ഞാൽ അതൊരു ആത്മവഞ്ചനയാണ്. ഇവിടെ പക്ഷേ മാർ ആൻഡ്രൂസ് താഴത്ത് അദ്ദേഹം CBCയുടെ അധ്യക്ഷനാണ്. അദ്ദേഹം സ്വാഭാവികമായിട്ടും അവിടെ നടക്കുന്ന CBCയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഒരു ക്രിസ്മസ് ആഘോഷത്തിലേക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ വിളിക്കുമ്പോൾ അത് ഒരു പക്ഷേ അദ്ദേഹം പറഞ്ഞ സത്യമായിരിക്കും. BJP നേതാവ് എന്നുള്ള ആ ഒരു ബാനറിലല്ല, മറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് CBCയുടെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അദ്ദേഹം ആ ക്ഷണം സ്വീകരിച്ചു വരുന്നു. അദ്ദേഹം കൂടുതൽ പുഷ്പാർച്ചന നടത്തുന്നു, മനോഹരമായ ഒരു മതനിരപേക്ഷ പ്രസംഗം നടത്തുന്നു, ചില ഖേദങ്ങൾ നടത്തുന്നു. ഇതൊക്കെ ശരിയാണ്. പക്ഷെ അദ്ദേഹം ബോധപൂർവം തന്നെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിച്ച മണിപ്പൂരിനെ കുറിച്ച് നിശബ്ദത പാലിക്കും. കഴിഞ്ഞ വർഷം ഇത് വലിയൊരു വിവാദമായതാണ്. ആ ക്രൈസ്തവ ചടങ്ങിൽ പങ്കെടുത്ത മോദിയോട് മതമേലധ്യക്ഷന്മാരും ക്രൈസ്തവ മേലധ്യക്ഷന്മാർ ആരും മണിപ്പൂരിനെ കുറിച്ച് സംസാരിച്ചില്ല, എന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന ചോദ്യം കഴിഞ്ഞ വർഷം ദിവസങ്ങളോളം നീണ്ട ചർച്ചകൾക്ക് വിധേയമായതാണ്. ഇക്കുറിയും അതൊക്കെ തന്നെയാണ്. അതൊരു സുജനമര്യാദയാണ്. പ്രധാനമന്ത്രി ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന് അസുഖകരമായ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. മാത്രമല്ല അത് ചിലപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. അതായത് ഈ ക്രൈസ്തവ സഭകൾ എപ്പോഴും കുറെ കൂടി ഒരു എന്താ പറയുക ഒരു സേഫ് ഗെയിം കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അവര് ഏകപക്ഷീയമായിട്ടുള്ള വല്ലാത്ത കളിക്കുമ്പോഴും ഇവിടെ സേഫ് അല്ലാതാകുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ ചർച്ചയ്ക്ക് അടിസ്ഥാനം. സത്യം. അതായത് ആഫ്റ്റർ ഇഫക്റ്റ്. ഏതായാലും യോഹന്നാൻമാർ മിലിത്തോസ് തിരുമേനി പറഞ്ഞ കാര്യത്തെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. തീർച്ചയായിട്ടും അദ്ദേഹം വളരെ ആർജവത്തോടെയാണ് സംസാരിച്ചത്. അതിന്റെ പെട്ടെന്ന് അദ്ദേഹത്തിന് സ്ട്രൈക്ക് ചെയ്തത്, ഒരു വശത്ത് ഡൽഹിയിൽ പുൽക്കൂട്ടിൽ പുഷ്പാർച്ചന നടത്തുന്ന രാജ്യത്തെ ഏറ്റവും മഹാനായ നേതാവ് അല്ലെങ്കിൽ ഏറ്റവും വലിയ നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, മറുവശത്ത് പാലക്കാടിന്റെ ഒരു കുഗ്രാമായ നല്ലേപ്പിള്ളിയിലും തത്തമംഗലത്തും അവിടുത്തെ സാധാരണ കുട്ടികളെ ക്രിസ്മസ് ആഘോഷത്തിന് കരോള് പാടാൻ ശ്രമിക്കുന്നതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തുന്ന ആ കുട്ടികൾ തയ്യാറാക്കി വെച്ച മനോഹരമായ പുൽക്കൂട് സാമൂഹ്യ വിരുദ്ധര് ആരുമാവട്ടെ അവർ ഒന്ന് നശിപ്പിക്കുന്നു. അപ്പൊ ഇതിനകത്തൊരു വല്ലാത്തൊരു വൈരുദ്ധ്യമുണ്ട്, വല്ലാത്തൊരു പൊരുത്തക്കേടുണ്ട്, നമ്മളെ വിഹ്വലരാക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് നേരത്തെ പലരും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ആശങ്കപ്പെടാൻ, നമുക്ക് ഭയപ്പെടാൻ, ഇതൊക്കെ വരാനിരിക്കുന്ന വലിയ വിപത്തുകളുടെ നാന്ദിയായിട്ട് ഇതിനെ കാണേണ്ടി വരും. അത് തന്നെയാണ് ഒരു ഇടവേള കൂടി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.